പുതിയ തലമുറയുടെ അടുത്ത് പറയാനുള്ളത് എന്തെങ്കിലും ലിമിറ്റേഷൻസിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസവും പറഞ്ഞ് മാറി നിൽക്കുന്നതിന് പകരം സാഹചര്യങ്ങൾ മനസ്സിലാക്കി കഠിനാധ്വാനം ചെയ്ത് അത് മറികടക്കാൻ ശ്രമിക്കുക. അതിൻ്റെ റീസൺസ് ഈ പറയുന്ന അവർക്ക് എൻ്റർടൈൻമെൻറ്റ് ഇല്ലാത്തതാണ്. പണ്ടൊക്കെ ആണെങ്കിൽ കടപ്പുറത്ത് പോയിരുന്ന് എന്തെങ്കിലും കളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് നമ്മൾ ഒരു ഈവനിങ് 4-5 മണിയാകുമ്പോൾ മൊത്തവും കടപ്പുറത്ത് ആളായിരിക്കും. അങ്ങനെ പല പല ആക്ടിവിറ്റീസ് ആയിരിക്കും. ഗുഡ് മോർണിംഗ് അലക്സാണ്ടർ സർ. ഈ പുതിയ മിനിസ്ട്രിയിൽ നമ്മുടെ ജലവിഭവ വകുപ്പില് പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് അതിൻ്റെ മുഴുവൻ ഭരണകാര്യങ്ങളിൽ ചുക്കാൻ പിടിച്ച് മന്ത്രിയെ സഹായിക്കുന്ന ഒരു പദവിയിലേക്ക് ഉയർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് സ്വന്തം പേരിലും നമ്മുടെ ഇവിടുത്തെ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ മാധ്യമ കമ്മീഷൻ്റെ പേരിലും സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ വരെ എത്തിച്ചേർന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് അറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. സാറിൻ്റെ ഒരു വളരെയേറെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇന്നലകളെ കുറിച്ച് നോക്കുമ്പോൾ എന്ത് തോന്നുന്നു എന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പങ്കിട്ടാൽ നന്നായിരിക്കും. വളരെ വളരെ സന്തോഷമുണ്ട്. കാരണം ഒരു സാധാരണ ഒരു ജീവിതത്തിൽ കൂടെ ഇങ്ങനെ കടന്നു വന്നതാണ്. ഒന്ന് പടിപ്പടിയായിട്ട് നമ്മുടെ ഒരു ഡിസ്ട്രിക്ട് കളക്ടറാകുക എന്നുള്ളത് പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്തുള്ള ഒരു വലിയൊരു സ്വപ്നവും ഇൻസ്പിറേഷനും ഒക്കെ ആയിരുന്നു അത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ ഓഫീസിലൊക്കെ പോകുമ്പോൾ ഈ ഉദ്യോഗസ്ഥരെ കാണുമ്പോഴേ അപ്പം ഈ ആളുകൾ ഇങ്ങനെയൊക്കെ വന്ന് സാധാരണപ്പെട്ട ആളുകൾ ഇങ്ങനെ വന്നൊക്കെ ഇങ്ങനെ ഉദ്യോഗസ്ഥരെ കാണാൻ ഇങ്ങനെ അവിടെ വളരെ വെയിറ്റ് ചെയ്തൊക്കെ നിൽക്കുമ്പോഴേ അപ്പം നമുക്കൊക്കെ ചിലപ്പം തോന്നും നമ്മൾ ചിലപ്പോൾ ഒരു വലിയ ഉദ്യോഗസ്ഥനൊക്കെ ആയാൽ ഇങ്ങനെ ആളുകളെ ഇവരുടെ കാര്യങ്ങൾ നമുക്ക് കേൾക്കാനും ഇവർക്ക് പരിഹാരം ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് ചിലപ്പോൾ കഴിയുമല്ലോ എന്നുള്ള അപ്പോൾ ഇത്രയും ഈ ആളുകൾ വെറുതെ ഇങ്ങനെ ഒത്തിരി സമയങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ അവിടെ ഓഫീസിൻ്റെ ഫ്രണ്ടിലേക്ക് നിൽക്കുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമുക്കങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ നമ്മൾ ഇതെങ്ങനെ ഈ അവസരങ്ങൾ നമുക്ക് പറ്റും, നമുക്കൊരു നല്ലതായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു. അപ്പോൾ ഡിസ്ട്രിക്ട് കളക്ടർ ആയപ്പോൾ അതൊരു ഭയങ്കര ഒരു സ്വപ്നം പോലെയാണ് ഞാൻ എപ്പോഴും കാരണം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. പക്ഷെ ജീവിതത്തിൽ വന്ന് ഭവിച്ചു എന്നുള്ളത് തന്നെയാണ്. ആ പ്രോസസ്സാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എല്ലാം പോസിറ്റീവായിട്ട് കാണുന്നത് അതിന് ഏറ്റതിൽ നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നതിൻ്റെ ഒരു പ്രോസസ്സിൽ കൂടെ കടന്നു വന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് അങ്ങനെ ഒരു ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്. തിരിച്ച് നമ്മുടെ പഠിച്ച സ്കൂളിലേക്കും പഠിച്ച കോളേജുകളിലേക്കും ഈ കാലത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് സന്ദർശിക്കാനോ അവിടുത്തെ ഇന്നത്തെ തലമുറ എങ്ങനെ പോകുന്നു എന്നതിനെ ഒന്ന് മനസ്സിലാക്കാനോ കഴിഞ്ഞിട്ടുണ്ടോ? എനിക്ക് ഈ സിവിൽ സർവീസിൽ സെലക്ഷൻ കിട്ടിയപ്പോൾ IAS-ന് സെലക്ഷൻ കിട്ടിയപ്പോൾ ഞാൻ പഠിച്ച പഴയ സ്കൂളിൽ അവർ എന്നെ വിളിച്ചിരുന്നു, പഠിച്ച കോളേജിൽ വിളിച്ചിരുന്നു. അപ്പോൾ ഞാനവിടെ പോയി നാട്ടിലെ സ്കൂളാണല്ലോ. അപ്പോൾ നമ്മളെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊല്ലങ്കോട് അവിടെ എൻ്റെ നാട്ടിൻ്റെ വള്ളവളയുടെ തൊട്ടടുത്ത ഒരു കിലോമീറ്റർ ഞങ്ങൾ പണ്ട് നടന്ന് അവിടെ ബസ് സർവീസ് ഒന്നും ഇല്ലല്ലോ, നടന്നാണ് പോയി അതൊക്കെ പഠിക്കുക. അപ്പോൾ അവിടെ അവർ എന്നെ വിളിച്ചിരുന്നു അവരുടെ ആനുവൽ ഡേക്ക് ചീഫ് ഗസ്റ്റ്. അപ്പോൾ വളരെ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ തോന്നി. കാരണം നമ്മൾ അവിടെ പോയി അവിടെ പഠിച്ച സ്കൂള് അന്ന് ചിലപ്പോൾ നമ്മൾ ഒന്നും അല്ലാതെ ഒരു എല്ലാവരുടെയും പോലെ ഒരാളാണ്. പക്ഷെ തിരിച്ച് നമ്മൾ പഠിച്ച സ്കൂളിൽ പോയി ആ കുട്ടികൾക്ക് നമ്മൾ വളർന്നു വന്ന അല്ലെങ്കിൽ നമ്മൾ ഓരോ എത്തിയ ആ ഒരു കാര്യങ്ങൾ ആ കുട്ടികളുടെ അടുത്ത് പറഞ്ഞ് അവരെ ഇൻസ്പിറേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരെ ഒന്നുകൂടെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഒരു സുഖം അവർക്ക് അതിൽ ആരെങ്കിലും ഇൻസ്പയർ ആകുകയാണെങ്കിൽ നല്ലതാണെന്നുള്ളത് തോന്നി. പക്ഷെ ഭയങ്കര സന്തോഷം തോന്നി അന്ന് അവിടെ സ്കൂളിൽ പോയപ്പോൾ. അവരൊക്കെ ടീച്ചർമാരും എല്ലാവർക്കും നമ്മുടെ സ്കൂളിൽ പഠിച്ച ഒരാൾ ഇങ്ങനെ ആയി എന്നുള്ളത് കേൾക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഭയങ്കര അപ്രീഷിയേഷൻ ആയിരുന്നു അന്ന് പോയപ്പോൾ. സാധാരണഗതിയിൽ ഒരു ജോലിയൊക്കെ കിട്ടിയാൽ നമ്മളെ കുറച്ചൊരു പിന്നാക്കം നിൽക്കുന്ന ഒരു സമൂഹത്തിൽ, പ്രത്യേകിച്ചും പരമ്പരാഗതമായ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന സമൂഹത്തിൽ ഒരു കുട്ടി കോളേജിൽ പഠിച്ചു കഴിഞ്ഞു, കോളേജ് പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഒരു സർക്കാർ ജോലി കിട്ടുന്നു. പിന്നെ പതിയെ ഉൾവലിഞ്ഞ് സ്വന്തം കുടുംബം, വീട്ടിലെ കാര്യങ്ങൾ, പ്രാരാബ്ധങ്ങൾ, കുട്ടികളുടെയൊക്കെ കാര്യങ്ങൾ വരുന്നു, ബന്ധുക്കളുടെ കാര്യം വരുന്നു. അങ്ങനെ എല്ലാവരും അങ്ങനെ അങ്ങ് അടിഞ്ഞു പോവുകയാണ്.
ആ ജോലി കിട്ടുന്ന കാലത്തിലും ഇത്ര വിഗറോടെ അടുത്ത സ്റ്റെപ്പ് എന്താവണം, അതിലേക്ക് നയിച്ച ഒരു ഡ്രൈവ് എങ്ങനെ വന്നു എന്നൊന്ന് പറയാവോ? ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ IAS എനിക്ക് സെലക്ഷൻ കിട്ടിയപ്പോൾ പല സ്ഥലത്ത് എന്നെ വിളിച്ചായിരുന്നു ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്നെ ആദരിക്കാനൊക്കെ വിളിച്ചിരുന്നു. സ്കൂളിലും എൻ്റെ നാട്ടിലും പല എൻ്റെ ഫ്രണ്ട് സർക്കിളിലും ഒക്കെ വിളിച്ചത്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഒരു ജോലി നമുക്ക് കിട്ടിയെന്നുള്ളത് അത് ഓക്കെയാണ്, പക്ഷെ ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ സമൂഹത്തിൽ. അപ്പോൾ നമുക്ക് മാത്രം എന്തിനാ ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉൾവലിയുന്നതിന് പകരം ആ ജോലി ഉണ്ടാക്കി തരാൻ, അല്ലെങ്കിൽ ജോലി നമുക്ക് ലഭ്യമാക്കാൻ നമ്മുടെ കഴിവ് മാത്രമല്ല, നമ്മുടെ ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ വളരെ എന്താ പറയുന്നത്, നമ്മൾ ജനിച്ചു വളർന്ന കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ നമ്മൾ ചുറ്റുമുള്ള, നമ്മൾ ഇങ്ങനെ നടന്ന് അല്ലെങ്കിൽ കളിച്ചു വളർന്ന്, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ഭയങ്കരമായിട്ട് സ്വാധീനിക്കും എപ്പോഴും. മനസ്സിലായല്ലേ? ആ സ്വാധീനം തന്നെയാണ് ഓരോ പോസ്റ്റിലെത്തുമ്പോഴും അവരുടെ ആ ഒരു ജീവിത ശൈലിയും ജീവിത രീതിയും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പം ഞാനൊക്കെ ജനിച്ചു വളർന്ന സ്ഥലം എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികൾ തിങ്ങി പാർക്കുന്ന സ്ഥലം, മറ്റേ അടിസ്ഥാന വർഗത്തിലുള്ള പല കൂലി തൊഴിലിന് പോകുന്നവർ, കർഷകർ, പന കയറുന്നവർ, തെങ്ങ് കയറി ജോലി പണിയെടുക്കുന്നവർ, കൂലി തൊഴിലാളി, ഇങ്ങനെ ഒത്തിരി അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ഒത്തിരി ആളുകളുടെ ഇടയിലാണ് നമ്മൾ ജനിച്ചതും അവരുടെ ഇടയിലാണ് നമ്മൾ നടന്നതും വളർന്നതും കളിച്ചതും ഒക്കെ. അപ്പം അവരുടെ ഒരു ഹാർഡ് വർക്കും, അവർ ഒരു കുടുംബം കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അവരുടെ മക്കളെ വളർത്തിയെടുക്കാനും, അല്ലെ അവരൊരു സ്ഥലത്തിൽ മക്കളെ എത്തിക്കാനും ഒക്കെ അവർ എന്തോരം പാടുപെടണം. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലായിരുന്നാലും നമ്മുടെ അച്ഛനമ്മമാരായിരുന്നാലും നമ്മളെയൊക്കെ വളർത്തിയെടുക്കാൻ എന്തോരം പാടുപെടണം. അവർക്ക് അന്ന് വിദ്യാഭ്യാസം ഇല്ലല്ലോ, ആർക്കും വിദ്യാഭ്യാസമില്ല. അപ്പോൾ അവർ ട്രഡീഷണൽ പരമ്പരാഗത തൊഴിൽ ചെയ്താണ് അവർ നമ്മളെയൊക്കെ പോറ്റുന്നത്. ആ പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നതിൻ്റെ ഒരു കാഠിന്യം ഉണ്ടല്ലോ, ആ കാഠിന്യം എന്ന് പറയുന്നത് വലുതാണ്, നമ്മൾക്ക് സങ്കല്പിക്കുന്നതിന് വലുതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടു വളരുമ്പോൾ നമ്മളൊരു ജോലിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉൾവലിയുന്നതിന് പകരം ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കുക. അപ്പം നമ്മുടെ മുമ്പിൽ ആരെങ്കിലും ഒരാൾ വരുന്നു എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട്, അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്, നമ്മുടെ ആ പഴയ നമ്മൾ വളർന്ന നമ്മുടെ ആ സമൂഹം, നമ്മൾ വളർന്ന ആ പ്രദേശം, അവിടുത്തെ കഷ്ടപ്പെടുന്ന ആളുകൾ, അതിലൊരാളായിരിക്കുമല്ലോ ഇവരും, അങ്ങനെ വരുന്നവരായിരിക്കുമല്ലോ നമ്മുടെ മുമ്പിൽ വരുന്നത്. അപ്പൊ അവർക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. അല്ലെങ്കിൽ നമുക്കിപ്പം അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ എങ്കിൽ പോലും അവരെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് ചിലപ്പോൾ കഴിഞ്ഞാൽ, അവരൊരു ആവലാതിയുമായിട്ട് ഒരു പരാതിയുമായിട്ട് നമ്മുടെ മുമ്പിൽ ഒരു ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ വരുമ്പോൾ അവരെ നമുക്ക് സന്തോഷമായിട്ട് മടക്കി അയക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു സംഭവം എന്ന് കാണുന്ന ഒരാളാണ് ഞാൻ. എപ്പോഴും ഞാൻ അങ്ങനെ എൻ്റെ മനസ്സെ ഞാൻ പാകപ്പെടുത്താറുണ്ട് എല്ലാ കാര്യങ്ങളും. സാറിന് ഈ ജോലിയുടെ ലോകത്തായിരിക്കുന്നതിന് മുന്നേ ഒരു കാലമെങ്കിലും ഉണ്ടോ, നമ്മുടെ പരമ്പരാഗതമായി കുറേ കാര്യങ്ങൾ അനുഭവം കൊണ്ട് അറിഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ഈ കടൽ തീരത്തെ അധ്വാനിക്കുന്ന മനുഷ്യരുടെ ആവലാതികളും ഇല്ലായ്മകളും ഇകഴ്ത്തപ്പെടലുകളും ഒക്കെ ആയിട്ട് നടക്കുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങൾ സാമൂഹിക ജ്ഞാനത്തോടെ മനസ്സിലാക്കാനും പരിഹരിക്കാനുമുള്ള എന്തെങ്കിലും പ്രോസസ്സിലൂടെ കടന്നു പോകാൻ പറ്റിയിട്ടുണ്ടോ? അത് ഞാൻ പറയുന്നത്, നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ പഠനം എന്ന് പറയുന്നത് നമ്മൾ ജനിച്ച് വീഴുമ്പോൾ, അല്ലെങ്കിൽ ജനിച്ച് വളർന്ന കമ്മ്യൂണിറ്റിയിൽ കിട്ടുന്ന, നമ്മൾ അബ്സർവ് ചെയ്യുമ്പോൾ, നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റിയെ, നമ്മൾ ജനിച്ചു വീഴുന്ന പ്രദേശത്തും കമ്മ്യൂണിറ്റിയും, ഞാനൊക്കെ ഒരു ട്രഡീഷണൽ കമ്മ്യൂണിറ്റിയിൽ വളർന്ന ആളല്ലേ. അപ്പൊ എനിക്ക് അത് തന്നെയാണ് വലിയ പഠനശാലയാണ്. മനസ്സിലായല്ലേ? എൻ്റെ ട്രഡീഷണൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എനിക്ക് പഠിക്കാൻ ഒത്തിരി ഉണ്ട്. അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിത ശൈലിയും അവരുടെ പോക്കുവരത്തും അവരുടെ സംസാരവും അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ ഫാമിലി ലൈഫും അവരുടെ പോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൊബിലിറ്റിയും ഒക്കെ ഭയങ്കര വിഷയങ്ങളാണ്. ഈസി അല്ലാതിരുന്നു. മനസ്സിലായല്ലോ? അപ്പൊ അത് തന്നെ നമുക്ക് പഠിക്കാൻ ഒത്തിരി ഉണ്ട്. അപ്പൊ അത് നമ്മൾ സൂക്ഷ്മമായിട്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രയാസം വരുമ്പോൾ നമുക്കൊന്നും ഒരു വലിയ വിഷയമായിട്ട് തോന്നത്തില്ല. മനസ്സിലായി? നമുക്ക് ഉൾവലിയാൻ തോന്നത്തില്ല. നമ്മൾ ചിലപ്പോ എന്തെങ്കിലും ഓഫീസിൽ എന്തെങ്കിലും ഇഷ്യൂ എന്നിട്ട് വൈകിട്ട് വീട്ടിൽ പോയിട്ട് നമ്മൾ ഒത്തിരി പ്രയാസപ്പെട്ടിട്ട് രാത്രി കിടക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മളെ പുറകിലോട്ട്, മാഡം പറഞ്ഞ പോലെ നമ്മൾ പുറകിൽ ചിലപ്പോൾ പോകും. നമ്മുടെ ചെറിയ കൊച്ചു കാലത്തെ ആ ജീവിതത്തിൽ നമ്മളെ വളർത്തിയെടുത്ത ആളുകളുടെ ആ കമ്മ്യൂണിറ്റിയുടെ അതിലോട്ട് നമ്മൾ പുറകിലോട്ട് പോകുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് അവിടെ നിന്ന് കിട്ടുന്നത്. അവരുടെ ആ ജീവിതം നമ്മളെ പഠിപ്പിച്ചതും ഒരു പോസിറ്റീവ് എനർജിയാണ്. ആ പോസിറ്റീവ് എനർജിയിൽ നിന്ന് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഫ്രഷ് ആയിട്ട് എണീക്കുന്നു. മനസ്സിലായല്ലോ? ഫ്രഷ് ആയിട്ട് എണീച്ചിട്ട് നമ്മുടെ ജോലി, ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, അതൊക്കെ മാറി നമ്മൾ ഫ്രഷ് ആയിട്ട് അടുത്ത ഒരു സംഭവത്തിലോട്ട് നമ്മൾ പോകുന്നു. അപ്പൊ ഇതൊരു സൈക്കിൾ പോലെ അങ്ങനെ നടക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ. അതെല്ലാവർക്കും ഉണ്ടാവും.
ഡിപ്പെൻസ് ഏറ്റക്കുറച്ചിലുണ്ടാവും. അതിജീവനത്തിനുള്ള ഒരു കരുത്ത് ഏറ്റവും കൂടുതലായിട്ട് ഉള്ളിലുണ്ട്. ആ അതിജീവനത്തിന് പാടുപെടുന്ന കമ്മ്യൂണിറ്റിയിൽ ജനിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അതെപ്പോഴും അതിജീവനത്തിനായിട്ട് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു എന്താ പറയുന്ന അവിടെ ജീവിത ശൈലിയും നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അതിൽ കൂടുതൽ എന്താ നോക്കുന്നത്? സർ, ഇപ്പൊ നമ്മൾക്ക് നന്നായിട്ട് അറിയാം ഒരു കുറച്ചുകൂടി ഒരു പൊളിറ്റിക്കൽ ബാർഗെയിനിങ് കപ്പാസിറ്റി നമ്മുടെ സമൂഹത്തിന് കുറഞ്ഞു വരുവാണ്. ഒന്നും നമ്മൾക്ക് ഇഫക്റ്റീവായിട്ട് ബാർഗെയിൻ ചെയ്തെടുക്കാനോ നമ്മുടെ അവകാശങ്ങൾ കൃത്യമായും മനസ്സിലാക്കി പോവാനോ പറ്റുന്ന ഒരു അത്തരത്തിലൊരു രാഷ്ട്രീയമായ ശക്തീകരണം ഈ സമൂഹത്തിന് കുറയുകയാണോ, അതോ വിദ്യാഭ്യാസം കൊണ്ടും ഇതര മേഖലകളിലുള്ള നമ്മളുടെ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടും കാരണം പണ്ടത്തെ കാലം വളരെ കൂടുതലായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രത്യേകിച്ച് നമ്മൾ ഇതിൻ്റെ ഒരു സ്റ്റേക്ക് ഹോൾഡറായിട്ട് രൂപത നിൽക്കുകയാണ്. അതിരൂപത ഈ സമൂഹത്തിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ മുന്നിൽ നിൽക്കുകയാണ് അവർ. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് അതിജീവനത്തിന് ഉള്ള കരുത്തുണ്ടായിട്ടും രാഷ്ട്രീയമായ ഒരു ശക്തീകരിക്കപ്പെട്ട സമൂഹം എന്ന നിലയിലേക്ക് നമ്മൾ കടന്നെത്തുന്നില്ല എന്ന് തോന്നുന്ന ഒരു അഭിപ്രായത്തെ സാർ എങ്ങനെയാണ് കാണുന്നത്? ഇതൊരു പ്രോസസ്സാണ്. ഈ സൊസൈറ്റി സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 10-50 വർഷത്തിന് മുമ്പ് എവിടെ നിന്ന് അവിടെ അല്ല ഇപ്പൊ നിൽക്കുന്നത് അല്ലേ? നമ്മൾ പല രീതിയിലും ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്രദേശം എന്നുള്ള രീതിയിൽ അല്ലെ വാട്ട് എവർ മേ ബി ആ രീതിയിലൊക്കെ സമൂഹം വളർന്നിട്ടുണ്ട്. അപ്പം ആ വളർന്നു വരുന്ന ഒരു പണ്ടത്തെ ആ ഒരു രീതിയല്ല. ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്നുണ്ട്, എല്ലാവർക്കും എഴുത്ത് വായന അറിയാം. പണ്ട് അങ്ങനെ ഇല്ലല്ലോ, അങ്ങനെ എഴുത്ത് വായന ഇല്ല. പണ്ടൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ വിടുന്ന എന്തിനാണ്? എവിടെയെങ്കിലും ഒരു ബസ്സിലെ ബോർഡ് വായിക്കാനെങ്കിലും അറിഞ്ഞിരുന്നാൽ മതി. അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു ലെറ്റർ വരികയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു 4 അക്ഷരം പഠിച്ചിരുന്നാൽ നമുക്ക് ഒരു വായിക്കാനോ അപ്പം അന്ന് 50-60 വർഷത്തിന് മുമ്പ് ഒരു ജോലി അല്ലെങ്കിൽ ഒരു IAS ആവണം എന്നുള്ള ഒരു ചിന്ത ഒന്നും ഈ കമ്മ്യൂണിറ്റിക്ക് ഇല്ല. മനസ്സിലായല്ലേ? പക്ഷെ ആ ചിന്ത മാറി. ഇപ്പൊ അന്ന് ആരെയും പഠിക്കാൻ വിട്ടിട്ടില്ല. അന്നാരും ഈ 1ാം ക്ലാസ് ഡ്രോപ്പ് ഷോട്ട് ഇഷ്ടം 1ാം ക്ലാസ് 2ാം ക്ലാസ് വരെ പഠിക്കും. പിന്നെ അവരുടെ തൊഴിലിന് ട്രഡീഷണൽ പരമ്പരായ തൊഴിലിനാണ് പോണത്. പക്ഷെ അത് മാറി ഇപ്പോ എല്ലാവരും ആ കുട്ടികള് ആ ഒരു ബോധം വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസം ചെയ്യണം, എന്റെ കുട്ടിയെ ഞാൻ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കണം എന്നുള്ള ഒരു ബോധം എല്ലാവർക്കും ഉണ്ട്, 100% ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അന്ന് അത് വളരെ കുറവായിരുന്നു. പക്ഷെ ഇന്ന് 100% വിദ്യാഭ്യാസം അയക്കണം. വിദ്യാഭ്യാസം വളരെ മൂല്യം, അതിന്റെ പ്രാധാന്യം ഈ പറയുന്ന ട്രഡീഷണൽ കമ്മ്യൂണിറ്റീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ വിദ്യാഭ്യാസത്തിലോട്ട് കുട്ടികളെ അയക്കുന്നു. ആ ഒരു പ്രോസസ്സിൽ കുറച്ചുകൂടെ നമ്മൾ മുമ്പോട്ട് തന്നെയാണ്. ആ പ്രോസസ്സ് കുറച്ചുകൂടെ നമ്മളൊരു മെയിൻ സ്ട്രീമിൽ വരാനായിട്ട് ഇനി കുറച്ചുകൂടെ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു രീതിയിൽ എത്തിക്കൊണ്ടിരിക്കണം എന്നുള്ളത് മാത്രമേ എനിക്കൊരു വിലയിരുത്തൽ ഈ ഒരു അവസരത്തിൽ പറയാൻ പറ്റുള്ളൂ. മറ്റൊരു ഇഷ്യൂ, ഈ വരുന്ന ജനറേഷൻസിന്റെ യാത്രയിൽ കാണുന്ന ഒരു ഇഷ്യൂവിൽ സാറിന്റെ ഒരു അഭിപ്രായം ഒന്ന് പ്രധാനമായിരിക്കും തോന്നുന്നു. അതായത് നമ്മുടെ അടുത്ത ജനറേഷൻ വരുന്ന ആളുകൾ കുറച്ച് ഇപ്പൊ സാറിന്റെയും എന്റെയൊക്കെ ഒരു നമ്മുടെ കാലം കഴിഞ്ഞിട്ട് വന്നവരെല്ലാം സാമ്പത്തികമായി ശക്തീകരിക്കപ്പെടാൻ അവർ പല നാടുകളിലേക്കും തൊഴിലെടുക്കാൻ പോയി. വളരെയേറെ ക്വാളിഫൈഡ് ആയിട്ടൊന്നും അല്ല അവർ പോയത്. ഉള്ള അവസ്ഥ കൊണ്ട് കൂടുതൽ തൊഴിൽ സാധ്യത കിട്ടുകയും സാമ്പത്തികം സ്ഥിരമായി കിട്ടുകയും ചെയ്യുന്ന പല മേഖലകളിലേക്ക് യാത്രയായി. അതിൻ്റെ ഒരു പിന്തുടർച്ച എന്നോണം വളരുന്ന തലമുറയും വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇവിടെ തൊഴിൽ എന്ന് പറയുന്ന ഒരു തലത്തിൽ നിൽക്കാതെ പലരും ഇങ്ങനെ പലായനത്തിന്റെ ലോകത്ത് തന്നെയാണ്. ഒരു പലായനം ചെയ്യുന്ന സമൂഹത്തിന്റെ സ്വഭാവം നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വരികയുണ്ട്. ഒന്ന്, അവർക്ക് താമസിക്കാൻ ഇടമില്ലാതാകുന്നു പലവിധ കാരണങ്ങൾ കൊണ്ട്. വികസനമാകാം, അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളാകാം, കടലേറ്റത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളാകാം. അവരുടെ പരമ്പരാഗത തൊഴിലുകൾ വല്ലാതെ കണ്ട് തടയപ്പെടുന്ന ഒരു സ്ഥിതിയിൽ കുടുംബം മുഴുവനും കുട്ടികളെ പുറത്തേക്ക് പലായനം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോകുമ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ, നമ്മുടെ കമ്മ്യൂണിറ്റീൻ്റെ ഈ നാട്ടിൽ തന്നെയുള്ള പൊളിറ്റിക്കൽ ബാർഗനിങ് കപ്പാസിറ്റിയിലേക്ക് നമ്മൾ തളർന്നു വീഴുവോ? ഈ മൊബിലിറ്റി മൂവ് ഫ്രം അല്ലെ, ആ മൊബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സമൂഹത്തിന്റെ വളർച്ചയ്ക്ക്. ഈ കൾച്ചർ, ഒരു കൾച്ചർ ഇന്ററാക്ഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഞാൻ ജനിച്ച പ്രദേശം തന്നെ എടുക്കുകയാണെങ്കിൽ പണ്ടൊക്കെ എൻ്റെ അച്ഛൻ ഈ കട്ടുമരം ഉണ്ടല്ലോ പഴയ, ഇപ്പൊ അതില്ല. ഇപ്പോഴത്തെ ജനറേഷൻ അത് അറിയില്ല. ചിലപ്പോൾ അവർക്ക് അതിന്റെ നോളജും ഇല്ല, അതിന്റെ ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ കട്ടുമരത്തിൽ പായ ഉണ്ടാവും, മറ്റേ കാറ്റിനെ
ആശ്രയിച്ചാണ് ഇവർ യാത്ര ചെയ്യുന്നത്. അപ്പൊ അന്നത്തെ കാലത്ത് നമ്മുടെ ആ നാട്ടിൽ നിന്ന് കൊച്ചി വരെ അല്ലെങ്കിൽ കൊല്ലം ജില്ല, ആലപ്പുഴ ജില്ലയിലൊക്കെ ഇവർ അതിൽ തന്നെ പോകും. അതൊരു മൊബിലിറ്റിയാണ്, അത് മൂവ് ചെയ്യുന്നവര്. അതായത് തൊഴിലിന് വേണ്ടി അത് പണ്ട് 60 വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ ഞാൻ ജനിച്ച സമയത്ത് ഇതുണ്ട്. തൊഴിലിന് വേണ്ടി, വരുമാനത്തിന് വേണ്ടി, ജീവിക്കാൻ വേണ്ടി അവർ ഒരു പ്രദേശത്ത് നിന്ന് വേറെ ഒരു പ്രദേശത്തോട്ട് മൂവ് ചെയ്യാണ്. മൂവ് ചെയ്ത് അവിടെ ഉള്ള റിസോഴ്സസ് ട്രാപ്പ് ചെയ്യാനും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കുടുംബത്തെ പോറ്റാനും വരുമാനം കണ്ടെത്താനും ഒക്കെ ശ്രമിക്കുന്നു. അപ്പം അന്നൊരു കഷ്ടപ്പെട്ട ഒരു രീതിയിലാണ്, അതായത് കാറ്റിനെ മാത്രം ആശ്രയിച്ച് അങ്ങനെ ഒരു കഷ്ടപ്പാടുള്ള മൊബിലിറ്റി. ആ മൊബിലിറ്റി ഇപ്പൊ എങ്ങനെ മാറി? നമ്മുടെ ട്രഡീഷണൽ കമ്മ്യൂണിറ്റി എൻജിൻ, മെഷീൻ, വലിയ വലിയ ബോട്ട് അങ്ങനെ വന്ന് അവര് ആ മൊബിലൈസ് മൂവ് ചെയ്ത് ഓരോ സ്ഥലത്ത് മൂവ് ചെയ്ത് എവിടെ റിസോഴ്സസ് അവർക്കുണ്ടോ ആ റിസോഴ്സസ് അവർ കണ്ടെത്താനാണ് നോക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് മാറി ഇപ്പോൾ നമ്മുടെ കുട്ടികൾ എന്താ ചെയ്യുന്നത്? എവിടെയെങ്കിലും തൊഴിലുണ്ടെങ്കിൽ, ഇപ്പൊ ഗൾഫിലായിരുന്നാലും, ഗൾഫ് രാജ്യങ്ങളിലായിരുന്നാലും, യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നാലും പഠിക്കാനും തൊഴിലിനും വേണ്ടി അവർ പോകുന്നുണ്ട്. അപ്പൊ അത് പോകുമ്പോൾ ആ കുടുംബത്തിന്റെ ഒരു സാഹചര്യം അപ്പോൾ രക്ഷപ്പെടുകയാണെങ്കിൽ, ആരെങ്കിലും പോയി ഒത്തിരി പ്രയാസപ്പെട്ട കുടുംബങ്ങളുണ്ട്, പൈസയൊക്കെ ചിലവാക്കി പഠിച്ചിട്ട് ഒരിടം തിരിച്ചു വരുന്ന ഫാമിലീസ് ഉണ്ട്. അതുപോലെ തന്നെ തിരിച്ചുകൊണ്ട്, അതായത് രക്ഷപ്പെടുന്നവരുണ്ട്. ആ ജോലിയായി അവിടെ നിന്ന് അവിടെ സെറ്റിലായി അവിടുത്തെ സാഹചര്യത്തിൽ ജീവിച്ച് വീട്ടിൽ കാശയച്ച് ആ കുടുംബത്തിനും കാര്യങ്ങളെയും കുറച്ച് ഇങ്ങനെ പുഷപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരു സാഹചര്യമുണ്ട്. അപ്പം ഈ മൊബിലിറ്റി എപ്പോഴും ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് ആയിട്ട് കാണണമെന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. കാരണം എൻ്റെ മനസ്സിൽ കിടക്കുന്നത് ആ ഒരു, അപ്പം എൻ്റെ അച്ഛനൊക്കെ ചിലപ്പോൾ ഈ ചെറിയൊരു കട്ടുമരവും ഈ പായും കൊണ്ട് ഈ കാറ്റിനെ ആശ്രയിച്ച് ഇങ്ങനെ പോകാതിരുന്നെങ്കിൽ ചിലപ്പോൾ ആ സമയം അവിടെ മീനുണ്ടാവില്ലല്ലോ, അപ്പൊ അവിടെ പട്ടിണിയായിരിക്കും. മനസ്സിലായല്ലേ? അപ്പൊ നമുക്ക് ആഹാരം കിട്ടത്തില്ലല്ലോ. അപ്പം ആഹാരം കിട്ടാൻ അല്ലെങ്കിൽ ജീവിക്കാൻ, അതിജീവനത്തിനായി അവര് എന്തിനും തയ്യാറായിട്ട് അവർ മൂവ് ചെയ്തല്ലോ. അന്നത്തെ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ആ മെത്തേഡിലാണ്. അപ്പൊ അന്ന് തുടങ്ങിയ ഈ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ അത് ഒരു പരിധി വരെ അവരുടെ എക്കണോമിക് ലൈഫിനെ കുറച്ച് മുമ്പോട്ട് കൊണ്ടുപോയിട്ടെന്നുള്ള ഒരു എനിക്കറിയില്ല. ഇപ്പോഴത്തെ ഈ ഒരു ഇതില് നെഗറ്റീവും പ്ലസും മൈനസും ഉണ്ട്. മേഡം പറഞ്ഞ പോലെ പുറത്തു പോയി വരുന്നതിന് അതൊരു വലിയ സബ്ജക്റ്റാണ്. കുറച്ചുകൂടെ വിദഗ്ധമായിട്ട് അഭിപ്രായം പറയേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ എൻ്റെ ഒരു പരിമിതമായ അറിവിലും എൻ്റെ ഒരു ട്രഡീഷണൽ നോളജ് വെച്ചാണ് ഞാനിത്. അതൊരു വലിയ കാര്യമാണ്. കാരണം ആ പരിമിതം എന്ന സാറിന് തോന്നുന്നെങ്കിലും ഇതാണല്ലോ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു അതിജീവനം തന്നെയാണ് ഇതിൽ എത്തിച്ചിരിക്കുന്നത്. നമുക്കിപ്പോ രൂപത ഒരുപാട് സ്ഥാപനങ്ങൾ, സാറ് ഒരുപാട് ഇവിടുത്തെ കമ്മീഷന്റെ ഒരുപാട് മിനിസ്ട്രീസിന്റെ അഡ്വൈസറി ബോർഡിലൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കാനും അനലൈസ് ചെയ്യാനും ഒരുപാട് ഗ്രൂപ്പുകൾ സാറുണ്ട്. അതായത് കൺസൾട്ടേഷൻ കംപ്ലീറ്റ് കൊടുക്കുന്ന ഒരിടത്ത് സാറ് നിൽക്കുന്നുണ്ട്. രൂപതയുടെ സ്ഥാപനങ്ങൾ, രൂപത നടത്തുന്ന നമ്മുടെ ജനങ്ങളുടെ എംപവർമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുരാലയങ്ങൾ, നമുക്ക് ടെക്നിക്കലായിട്ടുള്ള ഉയർച്ചയ്ക്ക് നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ, പ്രൊഫഷണൽ കോഴ്സസ് ഒക്കെ വരുന്നു. ഈ ഒരു കാര്യത്തെ നമ്മൾ ജനങ്ങൾ ആശ്രയിക്കുന്നുണ്ടോ വേണ്ടത്ര? അതോ നമ്മൾ അതിലേക്ക് വരാൻ പോലും പുറമേ നിന്നുള്ള കുട്ടികളെ കമ്പീറ്റ് ചെയ്ത് മുകളിലേക്ക് എത്തുന്നതായിട്ടാണോ കാണുന്നത്? നമ്മൾ ഇനിയും അവിടെ എത്തിച്ചേരാൻ എന്ത് ഉണ്ടാവണം? നമ്മൾക്കൊരു കമ്മ്യൂണിറ്റി അവയർനെസ് ഉയരുന്നതിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം? ഇതിപ്പോ നമുക്ക് ഒത്തിരിയധികം സ്ഥാപനങ്ങൾ, ഒത്തിരിയേറെ ഈ ബോർഡും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് അത് ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് പിതാവ് തന്നെയാണ് ഇതിന്റെ അധികാരി എല്ലാം. അപ്പോൾ ഈ ബോർഡുകള് അല്ലെങ്കിൽ കൊച്ചു സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് പിതാവിനെ അഡ്വൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ വരുന്ന കാര്യങ്ങളിൽ പിതാവിന് നമ്മൾ ഒരു ലേ പീപ്പിൾ എന്നുള്ള രീതിയിൽ അഡ്വൈസ് കൊടുക്കുക. അപ്പൊ കമ്മ്യൂണിറ്റിയിലുള്ള കുറച്ച് ആളുകളെ അറിയാവുന്നുള്ള, അല്ലെങ്കിൽ കുറച്ച് വിദ്യാഭ്യാസമുള്ളവരെ, അല്ലെങ്കിൽ പരിജ്ഞാനമുള്ളവരെ, എക്സ്പീരിയൻസ് ഉള്ളവരെ സെലക്ട് ചെയ്ത് ആ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതിലിരുന്ന് നമ്മൾ കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഇത് കാണുമ്പോൾ നമുക്കൊരു സിസ്റ്റം ഇവിടെ ഉണ്ട്. സ്കൂൾ നടത്തിപ്പുണ്ട്, TSSന്റെ പ്രവർത്തനമുണ്ട്, മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലുള്ള പ്രവർത്തനമുണ്ട്. ഇങ്ങനെ ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് കാണാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്നാൽ വിമർശനങ്ങളുണ്ട്. വിമർശനങ്ങളില്ലാതെ ഒരു സംവിധാനം മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്താലും എസും നോയും അല്ലെങ്കിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും, വിമർശനവും ഉണ്ടാവും. അപ്പൊ ആ വിമർശനം ഉൾക്കൊള്ളാനും അത് കറക്റ്റ് ചെയ്യാനും ഒക്കെ സഭ നമ്മുടെ പിതാവിന്റെ ഭാഗത്ത് നിന്ന്
പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ഇപ്പം നമ്മൾ തന്നെ മീറ്റിങ്ങിൽ ഇരുന്ന് പിതാവ് ഇത് ഇങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയുമ്പോൾ അവരത് ഉൾക്കൊള്ളാൻ ശ്രമിക്കാറുണ്ട്. അപ്പം അവരെപ്പോഴും കാണുന്നത് എന്താണ്, കുറച്ച് കമ്മ്യൂണിറ്റിയിലുള്ള കുറച്ച് ആളുകൾ വന്ന് നമ്മുടെ അടുത്ത് പറയുന്നു, അപ്പം അങ്ങനെ അവർ ഉൾക്കൊള്ളാനും അതനുസരിച്ച് മുമ്പോട്ട് പോകാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലെയും മറ്റ് സോഷ്യൽ ഓർഗനൈസേഷൻ്റെ ഒക്കെ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഈ കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ നമ്മൾ പിതാവോ അല്ലെങ്കിൽ സംവിധാനമോ ആരെയാണ് ലക്ഷ്യം വെക്കുന്നത് അവരിൽ എത്തുന്നുണ്ട്. അവരിലെ ദൈനംദിന കാര്യങ്ങളിൽ ഒരു അപ്ലിഫ്റ്റ്മെന്റ് ഉണ്ടാവുന്നുണ്ട്, ചിന്തയ്ക്ക് മാറ്റം വരുന്നുണ്ട്, ഇതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും എന്താ ചിന്തിക്കുന്നത്, ഒരു 100% പെർഫെക്റ്റ് ആയിട്ട് ഒരു സമൂഹത്തെയോ 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സംവിധാനത്തിനെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും നമ്മൾ ആലോചിക്കുന്നതും ചിന്തിക്കുന്നത്. അത് ഒരു സംവിധാനത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു പ്രോസസ്സായിട്ട് നടക്കുന്ന വിഷയങ്ങളാണ്. ആ പ്രോസസ്സായിട്ട് നടന്നത് മുമ്പോട്ട് പോകും. ഇപ്പൊ ഇന്ന് നടക്കുന്നതെല്ലാം ഇന്നത്തെ ആവശ്യങ്ങളോ ഇന്നത്തെ എന്താ പറയുന്ന നീഡോ ഡിമാൻഡ്സോ അല്ല ഒരു 5 വർഷം കഴിയുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പൊ ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ 5 വർഷം കഴിയുമ്പോൾ ഇതിന് മാറ്റം വരുന്നു. അപ്പൊ മാറ്റം വരുന്ന അതിന്റെ എക്സ്പെക്ടേഷൻ വേറെയാണ്, മനസ്സിലായില്ല? അതിന്റെ എക്സ്പെക്ടേഷൻ വേറെയാണ്. ആ എക്സ്പെക്ടേഷൻ അനുസരിച്ചായിരിക്കും ആളുകൾ നമ്മളെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമുക്ക് അത് അഡ്രസ് ചെയ്യാൻ ചിലപ്പോൾ കഴിയത്തില്ല. അപ്പൊ നമ്മൾ പിന്നെയും തിരിച്ച് ചിന്തിക്കും. സോ ഇറ്റ്സ് എ പ്രോസസ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആ പ്രോസസ്സ് വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ഒരു പരിധിവരെ കമ്മ്യൂണിറ്റി അഡ്രസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എന്റെ. ഇപ്പൊ ഈ ജൂലൈ 1-ാം തീയതി മുതൽ നമ്മൾ 90 വർഷം തികഞ്ഞതിന്റെ ഒരു പ്രോസസ്സിലേക്ക് എത്തുകയാണ്. രൂപത ഈ 90 വർഷമായിട്ട് ഈ കമ്മ്യൂണിറ്റി അപ്ലിഫ്റ്റ്മെന്റ് നമ്മുടെ മരിയനാട് ബഹുമാനപ്പെട്ട തെരേര പിതാവ് അദ്ദേഹം തുടങ്ങി വെച്ച ആ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോസസ്സ് 90 ഇയേഴ്സ് വരെ എത്തുന്നു. ഇതിന്റെ ഒരു പോസിറ്റിവിറ്റിയെ കുറിച്ചും സാറിന്റെ ഒരു അഭിപ്രായം? അപ്പോൾ ഞാൻ ഇടയ്ക്ക് വേറെ ഒരു പ്രോഗ്രാമിൽ പോയപ്പോൾ ക്ലാസ് അച്ഛൻ ഇങ്ങനെ സംസാരിക്കുന്നു ആ ഒരു പ്രോസസ്സിനെ കുറിച്ച്, മരിയനാട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്റ്റിനെ കുറിച്ചും പെരേര പിതാവ് അതിനുണ്ടാക്കിയ ആ ലക്ഷ്യങ്ങളെ കുറിച്ചും. അപ്പോൾ കുറച്ച് പ്രൊഫഷണൽ അന്ന് കൊണ്ടുവന്നു. നമ്മുടെ നാട്ടിൽ ആളുകൾ ഇല്ലാത്തതുകൊണ്ടാണ് പ്രൊഫഷണൽ കൊണ്ടുവന്നത് എന്നൊക്കെ അന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ റൈസ് ചെയ്തിരുന്നു പലരും. അച്ഛന്മാരുടെ ഇടയിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്തപ്പോഴാണ് പിതാവിനും മനസ്സിലായത്, അച്ഛന്മാർക്ക് മനസ്സിലായത്. സോ പ്രൊഫഷണൽസ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ തുടക്കത്തിൽ അന്നത്തെ കാലത്തെ ഇപ്പോൾ 90 വർഷത്തിന് അല്ലെങ്കിൽ ഒരു 50-60 വർഷത്തിന് മുമ്പേ നമ്മൾ ഇരുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോൾ അതിൽ നിന്ന് തുടങ്ങി ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയിട്ടുണ്ട്. ഒത്തിരിയേറെ കാര്യങ്ങൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആയിരുന്നാലും സോഷ്യൽ ഓർഗനൈസേഷനിലായിരുന്നാലും പച്ചത്തൊഴിലാളിയുടെ ഇടപെടൽ, വിദ്യാഭ്യാസ മേഖലയിലുള്ള ഇടപെടൽ, ഒത്തിരി സ്കൂൾസ് കോളേജസ് നമ്മൾ കാലഘട്ടത്തിൻ്റെ ആവശ്യമനുസരിച്ച് നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം അത് തന്നെയാണ് വലിയ ഒരു പോസിറ്റീവ്നെസ് ആയിട്ട് കാണുന്നത്. ഒരു സഭയ്ക്ക് അല്ലെങ്കിൽ ഒരു സഭാ സംവിധാനത്തിൽ ഇരുന്നിട്ട് പിതാവിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, പിതാക്കന്മാർ ഇപ്പോൾ മാറി മാറി വരുന്നവരാണല്ലോ, മാറി വന്ന കാലഘട്ടത്തിൽ അവരൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരെല്ലാവരും വിമർശനത്തിനും ആളായിട്ടുണ്ട്, മനസ്സിലായല്ലേ? ആരും വിമർശനത്തിന് അതീതരല്ലല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ പോകുമ്പോൾ എല്ലാവരും വിമർശനത്തിന് ആളായിട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ വിമർശനം ഏറ്റുവാങ്ങിയിട്ടുണ്ട് എല്ലാവരും. പക്ഷെ എങ്കിൽ പോലും ആ വിമർശനങ്ങളെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു ലീഡർഷിപ്പാണ് നമുക്ക് നേതൃത്വത്തിനുള്ളത് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. സർ, ഇപ്പോൾ ഈ പുതിയ പൊസിഷൻ ജലസ്രോതസ്സിന്റെ വിഭവ സമാഹരണവുമായി ബന്ധപ്പെട്ടതിനകത്ത് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്, സാധാരണ നമ്മുടെ തീരത്തുള്ള അലക്സാണ്ടർ സാറ് ഇന്ന ഒരു പൊസിഷനിലെത്തി എന്ന് പറയുമ്പം ഒരുപാട് സ്വപ്നങ്ങളാണ് ആളുകൾക്കുള്ളത്. സാർ എങ്ങനെ ആ സ്വപ്നങ്ങളെ ഈ കിട്ടിയിരിക്കുന്ന ഒരു പദവി വെച്ചിട്ട്? നമ്മളെ സംബന്ധിച്ചോളം നമ്മളൊരു ഉദ്യോഗസ്ഥനാണ് ഇപ്പോഴും. നമ്മളിപ്പോ ഒരു മനുഷ്യരുടെ ഒരു പേസ് ആകുമ്പോഴും ഒരു ഉദ്യോഗസ്ഥനാണ്. ഒരു ഡിസ്ട്രിക്ട് കളക്ടറായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ആ ഡിസ്ട്രിക്റ്റിൽ ഒത്തിരി അധികം കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനും ചെയ്യാനും ഒക്കെ കഴിയും. കാരണം ആ ഡിസ്ട്രിക്റ്റിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡാണ്. ആ ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് ഒത്തിരി ഇതെക്കാട്ടിലും ചിലപ്പോൾ ഒത്തിരി അധികം അവിടെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതൊരു നമ്മളെന്താ പറയുക, ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഇരിക്കുന്നു. മിനിസ്റ്ററെ വേണ്ട കാര്യങ്ങളിൽ നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു പ്രോസസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി ആളുകൾ നമ്മളെ ക്രോസ് ചെയ്ത് പോകും അല്ലെ. ഇതൊരു പ്രോസസ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പ്രക്രിയയാണ്. അസിസ്റ്റ് ചെയ്യുന്നു മിനിസ്റ്റർ. അപ്പൊ ഇതിനകത്ത് വരുമ്പോൾ ദൈനംദിനം ഒത്തിരി ആളുകൾ നമ്മൾ അതിനകത്ത് ഇന്ററാക്ട് ചെയ്യേണ്ടി വരും, ക്രോസ് ചെയ്യേണ്ടി വരും. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എങ്ങനെ നമ്മുടെ അപ്രോച്ച് എങ്ങനെ രൂപപ്പെടുത്തുന്നു, എങ്ങനെ നമ്മൾ അപ്രോച്ച് രൂപപ്പെടുത്തുന്നു, നമ്മുടെ ഒരു മൈൻഡിലൊരു ഇതുണ്ടല്ലോ, നമ്മുടെ ഒരു ബാക്കിൽ നമുക്കൊരു സംഭവം ഉണ്ടാവുമല്ലോ. എപ്പോഴും നമ്മുടെ
ഒരു 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 കോമൺ ഒരു കൺസേൺ എല്ലാവർക്കും മനസ്സിൽ കിടക്കും. ആ കൺസേൺ ആണല്ലോ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഒരു പോസിറ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ ആ ഒരു സംഭവങ്ങളെല്ലാം ആ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് ഒരു ഇതാണല്ലോ നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മുടെ മുമ്പിൽ കാണും. പരിമിതം നമുക്ക് അഡ്മിനിസ്ട്രേഷനിൽ ഒത്തിരി പരിമിതികളുണ്ട്. കാരണം നമ്മൾ അങ്ങനെ കൈകടത്തുന്നു അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ വിത്തിൻ ദ ഫ്രെയിംവർക്ക് നമുക്ക് അനുവദിച്ചിട്ടുള്ള ഫ്രെയിംവർക്കിൻ്റെ അകത്ത് നിൽക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആ ഫ്രെയിംവർക്കിൻ്റെ അകത്ത് പരമാവധി നമുക്ക് നമ്മളെ കടന്നു പോകുന്ന ഇഷ്യൂസിൽ നമ്മുടെ കൂടെ ഇന്ററാക്ട് ചെയ്യുന്ന പോകുന്ന വിഷയങ്ങളിൽ നമ്മൾ മീറ്റ് ചെയ്യുന്ന ആളുകളുടെ ആ വിഷയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് മിനിസ്റ്ററുടെ ആ ഒരു ഇതിൽ നിന്നിട്ട് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ല അതിൽ നിന്ന് ചാടി ഒന്നും ചെയ്യാൻ പറ്റില്ല. പരിമിതികളുണ്ട് എല്ലാത്തിനും. കാരണം നമ്മളൊരു ഉദ്ദേശം എന്നുള്ളതിൽ പരിമിതികളുണ്ട്. അപ്പം നമ്മളെ ഇപ്പം മാഡം തന്നെ ആ പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ, അത് എക്സ്പെക്ടേഷനാണ്. ആ എക്സ്പെക്ടേഷൻ്റെ അകത്ത് ഒത്തിരി വിഷയങ്ങളും ഒത്തിരി പരിമിതികളുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് ഞാനെന്നുള്ള വ്യക്തി എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് വിഷയം. ആ ആക്ടിങ് ആ ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മളെ ഒരു ഇന്ററാക്ഷൻ ഉണ്ടല്ലോ, അത് പോസിറ്റീവ് ആകണം എന്നുള്ളതാണ് ഞാൻ എപ്പോഴും കാണുന്നത്. ആ പോസിറ്റീവ്നെസ് എല്ലാത്തിലും ഉണ്ടാവണം എന്നാണ് ഞാൻ എപ്പോഴും കാണുന്നത്. ആ ഒരു തിങ്കിങ്, പോസിറ്റീവ് തിങ്കിങ് എപ്പോഴും ഉണ്ടാവണം. നമ്മളെ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിറ്റിയുടെ ഇഷ്യൂസ് സാറിന് ആരും റെഫർ ചെയ്ത് പറഞ്ഞു തരണ്ട. ആ വളർച്ചയുടെ ഭാഗമായിട്ട് ഇങ്ങനെ ചുറ്റും കണ്ടു തന്നെ ഇതിന്റെ കാതൽ എന്താണെന്ന് അറിഞ്ഞു തന്നെയാണ് സാർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കുറെ കൂടി ഒരു നമ്മളുടേതായിട്ടുള്ള വിഷയങ്ങൾ, സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സംസാരിക്കുമ്പോൾ അതൊരു വെറും വിഷയമായിട്ട് എടുക്കുന്നെങ്കിലും ഈ പിടയ്ക്കുന്ന ജീവിതങ്ങളാണ്. അപ്പൊ ആ ജീവിതങ്ങൾ സാറിൻ്റെ അടുത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ആസ് എ മീഡിയ ടീം നമ്മളൊരു വലിയ കൺസേണും ഹോപ്പും നമ്മളിങ്ങനെ കൃത്യമായിട്ടും സാറിനെ ഫോളോ ചെയ്യാൻ ഇരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഈ തുടക്കത്തിൽ വെച്ചതുപോലെ ഇനി ഒരിക്കൽ സാറ് കുറെ കൂടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാൻ എത്തുമായിരിക്കും. ഒരു ആസ് ബീയിങ് IAS ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആൻഡ് ഓൾസോ നൗ ബീയിങ് ഹെഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻ എ പർട്ടിക്കുലർ വിങ്, what is your message to our coming generation? അല്ല, എനിക്ക് നമ്മൾ ഹെഡ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മളൊരു സംവിധാനത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിലേ നമുക്കിത് കാണാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ളത്, എല്ലാ കാലവും നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, നമ്മൾ എന്താ പറയുന്നത്, ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ജനങ്ങളോടൊപ്പം നമ്മൾ അവരുടെ ഇഷ്യൂസ് നമ്മുടെ മുമ്പിൽ വരുന്ന ഇഷ്യൂസ്, ജനങ്ങളുടെ ഇഷ്യൂസ് നമ്മുടെ മുമ്പിൽ വരുന്ന ഇഷ്യൂസിൽ നമുക്ക് എത്രത്തോളം നീതി പുലർത്താൻ പറ്റും അത്രയും നീതി പുലർത്തുക. അതാണ് എൻ്റെ കാഴ്ചപ്പാടും അത് തന്നെയാണ്. നമുക്ക് കുറച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ, കൈകാര്യം ചെയ്യുന്ന സബ്ജക്റ്റിൽ എത്രത്തോളം നീതി പുലർത്താൻ പറ്റും അത് ഉറപ്പുവരുത്തുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ മൊബിലിറ്റി അതാണ് അതിൻ്റെ തുടക്കം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പണ്ടൊക്കെ ആണെങ്കിൽ ഈ കട്ടുമരം കൊണ്ട് ഒരു പായമരം വെച്ചിട്ട് ഒരു മെഷീനിൻ്റെയും ഒന്നിൻ്റെയും സഹായമില്ലാതെ ഈ കാറ്റ് ആശ്രയിച്ച് മാത്രമേ ഇവർ ഇങ്ങനെ പോയി തൊഴിൽ ചെയ്ത്, എവിടെയൊക്കെ സീസൺ ഉണ്ടോ അവിടെയൊക്കെ പോയി തൊഴിൽ ചെയ്ത് അവിടെ നിന്ന് ജീവിച്ച് തിരിച്ചു വന്നവരാണ്. തിരിച്ചു വന്ന് ഇവിടെ സീസൺ വരുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ മാത്രം നിന്നാൽ ഇവർക്ക് പട്ടിണിയാവും. അപ്പൊ അതുകൊണ്ടാണ് അവർ വരുമാനം തേടി പോകണം. അത് ഇന്ന് വളർന്ന് വലിയ ഇതായി. ഇപ്പൊ ഗുജറാത്ത്, മറ്റേ പല ദ്വീപുകളുടെ UK ആദ്യത്തിലുള്ള ദ്വീപിൽ വരെ പോയി ഇവർ പണി ചെയ്യുന്നുണ്ട്. ഡീപ് സീ ഫിഷിംഗ് ആണ്. അപ്പൊ അതിലവര് 1 മാസം 2 മാസം 1.5 മാസം പോയി ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഭയങ്കര ചലഞ്ചസ് അവരുണ്ട്. ഇവരെ പോലീസ് പിടിച്ച് ജയിലിലിടുക, ഇവരെ ബുദ്ധിമുട്ടിക്കുക, പ്രയാസപ്പെടുത്തുക. അതോടൊപ്പം ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഇവരിലുണ്ടാകുന്നുണ്ട്. ഇപ്പൊ ഹെൽത്ത് ഇഷ്യൂസ് ഭയങ്കരമാണ് ഇവർക്ക്. കാരണം ഇവര് 1.5 മാസം 2 മാസം വരെ കടലിൽ നമ്മളെ ശുചിത്വം അല്ലെങ്കിൽ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരേ ഫുഡ് കഴിക്കുന്നു, അവിടെ തന്നെ ആ ഫുഡ് കഴിക്കുന്നു, ഒരേ ടൈപ്പ് ഓഫ് ഇത് കഴിക്കുന്നു, എണ്ണയിലൊക്കെ ആ ലെവലിൽ അവർ ചെയ്യുന്നു. അപ്പം അത് ജീവിക്കാൻ വേണ്ടി അത്തരം നമ്മുടെ ഒരു നാട്ടിൽ നിന്ന് ഒരു രീതിയിൽ വളരുന്നതിനെക്കാട്ടിലും ഒരു എക്സസൈസ് അങ്ങനെ ആ ഒരു ലെവലിൽ അവർ ജീവിതം ആ ബോട്ടിന്റെ അകത്ത് തന്നെ കൊണ്ടുപോകുന്നതുകൊണ്ട് ഒത്തിരി ചലഞ്ചിങ് ആണ്, ഒത്തിരി ഇഷ്യൂസ് ഉണ്ട് അവർക്ക്. അത് എനിക്ക് തോന്നുന്നത് ഒരു പ്രദേശത്തു നിന്നാണ് കൂടുതൽ ആളുകൾ ഇതിനു വേണ്ടി ഈ ഫിഷിങ്ങിന് കൂടുതൽ പോകുന്നത്. സ്രാവ് പിടിക്കാനും ഈ ടൂണ, യെല്ലോഫിൻ ടൂണ, അങ്ങനെ ഒത്തിരി ഇതുണ്ട്. അത് ഒത്തിരി വാല്യൂ ഉള്ള സാധനങ്ങളാണ്. അപ്പം അത് അവർക്ക് കിട്ടുമ്പോൾ കുറച്ച് വരുമാനം കിട്ടുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ അങ്ങനെ വലിയ വരുമാനമില്ല. ഈ വരുമാനം കിട്ടുന്നത് തന്നെ അവരുടെ ചെലവ്. 2 മാസം കടലിൽ കിടക്കുമ്പോൾ അതിന് ഇന്ധന ചെലവ്, അവരുടെ ദൈനംദിന ചെലവ്, ഫുഡിന്റെ, ഇതിന്റെ പിന്നെ ഓടി പോകുന്നതിന്റെ ഒക്കെ ചെലവ്, അങ്ങനെ യാനങ്ങളുടെ ചെലവ്, ഇങ്ങനെ വരുമ്പോൾ
അത് അങ്ങനെ പഴയതുപോലെ വലിയ രീതിയിൽ വരുമാനമില്ല എങ്കിൽ പോലും ജീവിക്കണമല്ലോ, അവരുടെ ഒരു ട്രഡീഷണൽ തൊഴിലല്ല, അവരത് ചെയ്യുന്നു. ഭയങ്കര ചലഞ്ചിങ് ആണ് ഈ ജോലി ഇപ്പോൾ അവർക്ക്. അങ്ങനെ കുറച്ച് വലിയ ആളുകൾ, കുറച്ച് വലിയൊരു വിഭാഗം ആളുകൾ ഈ തൊഴിലിരിക്കുന്നു. പക്ഷെ അവർക്ക് എക്സ്റ്റേണലി ഇന്റേണലി ഭയങ്കര ഇഷ്യൂസ് ഉണ്ട്. ഒത്തിരി അസുഖങ്ങൾ ഇപ്പോൾ അവർക്ക് പരിചയമില്ലാത്ത അസുഖങ്ങളെല്ലാം ഇപ്പോൾ അവർക്ക് പിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ ഇത് കുറയുമായിരിക്കും തോന്നുന്നല്ലേ, ഇതിനുള്ള ഇപ്പൊ ഒരു സാധ്യതയും കുറയുകയാണല്ലോ മത്സ്യത്തിന്റെ. ഡീപ് ഫിഷിങ്ങിൽ ഇപ്പോൾ മീൻ കിട്ടുന്നുണ്ട്, പക്ഷെ എക്സ്പെക്ട് ചെയ്യുന്ന പഴയതുപോലെ ഇല്ല. പക്ഷെ ഇവരെവിടെ പോകുന്നുള്ളതാണ് ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് നടത്തി, വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്, വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഇതൊക്കെ ചെയ്തിട്ട് അവർക്ക് പിന്നെ ഇത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ പോകുന്നത്. പക്ഷെ ഈ തൊഴിലുണ്ടാകത്തോളത്തോളം ആളുകൾ ഇത് ആശ്രയിച്ച്, ഞാൻ പറഞ്ഞല്ലോ, ശ്രമം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിജീവനത്തിന്റെ ഭാഗമായിട്ട് അവർ ഇതിന്റെ കൂടെ ഉണ്ടാവും. ഇപ്പൊ ഈ പണ്ട് ഞാൻ പറഞ്ഞതുപോലെ നിറയെ കടപ്പുറം ഉണ്ടായിരുന്നു, കല്ലൊന്നും അടുക്കിയിട്ടില്ല, കടപ്പുറം ഉണ്ടായിരുന്നു. നമുക്കൊരു സമയത്ത് ഒത്തിരി നടന്നു പോവാം, കടലിനടുത്ത് പോകണം, ഒത്തിരി നടന്നു പോകണം. അപ്പൊ നമ്മൾ ഫുട്ബോൾ കളിക്കും, കബഡി കളിക്കും, ഇഷ്ടംപോലെ ഗെയിംസ് സ്പോർട്സുകൾ കളിക്കും. സോ നമ്മൾ എന്താ ഒന്ന് ഫ്രഷ് ആകുകയാണ്. എന്ത് തന്നെ ഇഷ്യൂസ് ഉണ്ടായാലും ഒന്ന് കളിച്ച് വരുമ്പോൾ നമ്മൾ ഫ്രഷ് ആണ്, നമുക്ക് പഠിക്കാനുള്ള ഒരു സൗകര്യം വരും. അപ്പൊ ഈ കളിസ്ഥലങ്ങൾ ഇല്ലാതായി, വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. അപ്പൊ ആളുകൾ ഇപ്പോൾ ഉള്ള ഈ മൊബൈലിൽ പിടിച്ചിരിക്കുന്നു. വേറെ അൺനെസസറി ആക്ടിവിറ്റീസിലോട്ട് ഈ കുട്ടികളുടെ ശ്രദ്ധ തിരിയാനും ഇതിന് സാധ്യത കൂടുന്നുണ്ട്. പണ്ടൊക്കെ നമ്മുടെ ഈ പറയുന്ന കോസ്റ്റൽ ബെൽറ്റില് ഈ അൺനെസസറി ആക്ടിവിറ്റീസ് വളരെ കുറവായിരുന്നു, അതൊന്നും വന്നിരുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴും അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വളരെ പ്രയാസം തോന്നുന്നു. അതിന്റെ റീസൺസ് ഈ പറയുന്ന അവർക്ക് എന്റർടൈൻമെന്റ് ഇല്ലാത്തതാണ്. പണ്ടൊക്കെ ആണെങ്കിൽ കടപ്പുറത്ത് പോയിരുന്ന് എന്തെങ്കിലും കളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ്, നമ്മൾ ഒരു ഈവനിങ് 4-5 മണിയൊക്കെ ആകുമ്പോൾ മൊത്തവും കടപ്പുറത്ത് ആളായിരിക്കും. അങ്ങനെ പല ആക്ടിവിറ്റീസ് ആയിരിക്കും. സോ ഒരു സോഷ്യൽ ഒരു എന്താ പറയുന്ന ഒരു എൻഗേജ്മെന്റ്, ഒരു പ്രോസസ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇന്ററാക്ഷൻ പല രീതിയിൽ, കളികളിലൂടെയും സംസാരത്തിലൂടെയും ചീട്ട് കളിയിലൂടെയും എല്ലാ വിഷയത്തിലും കൂടെ നടന്നുകൊണ്ടിരിക്കുക. അതിപ്പോ ഇല്ല. അത് ഇല്ലാത്തതിന് സ്ഥലമില്ല. ഇവർക്ക് ഗ്യാദർ ചെയ്യുന്ന ഒരു സ്ഥലമില്ലാതെ മാറിയിരിക്കണം. ആ കടപ്പുറത്ത് ആശ്രയിക്കുന്ന ഒരു രീതി ഇപ്പൊ മാറി. അത് ഈ ജനറേഷനെ കുറച്ച് മറ്റൊരു രീതിയിൽ ചിന്തിക്കാനും പ്രേരിപ്പിക്കുന്നു എന്നുള്ള ഒരു ഇതുണ്ട്. ഈവൻ കളിച്ചു പേർത്ത് ഇപ്പൊ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് എന്ത് തന്നെ പരീക്ഷ ഉണ്ടായാലും നമ്മൾ ഗ്രൗണ്ടിൽ പോയി കളിക്കും, ഫുട്ബോൾ കളിക്കും. ഫുട്ബോളാണ് നമ്മൾ അവിടെ കടപ്പുറത്ത് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം എന്ത് തന്നെ പരീക്ഷ ഉണ്ടായാലും ആ വൈകിട്ടുള്ള കളി കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് നമ്മൾ ഇരുന്ന് പഠിക്കത്തേ ഉള്ളൂ. അല്ലാതെ ഈ കളി ഒഴിവാക്കിയുള്ള പരിപാടിയൊന്നും നമുക്ക് ഇല്ലായിരുന്നു അന്ന്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ആ കൊച്ചിലെ ഒരു എന്താ പറയുന്ന ഒരു മനസ്സിന് നമ്മുടെ മനസ്സ് ഫ്രീ ആയിരിക്കും. എപ്പോഴും പഠിക്കുമ്പോഴും ഒന്ന് കളിച്ച് ഒന്ന് ഫ്രീ ആയി വന്നുള്ള മനസ്സ് ഫ്രീ ആയിരിക്കും. ഈ സ്ട്രക്ചർ ഈ നമ്മുടെ ഒരു ബോഡി സ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മള് എന്താ പറയാ ഈ ഹെൽത്തി ആയിട്ടുള്ള വിഷയങ്ങൾ അന്ന് നന്നായിട്ട് കളിച്ചു വളർന്നവരിലൊക്കെ ഇപ്പോഴും ഹെൽത്തി ആയിട്ട് തന്നെയാണ് നടക്കുന്നത്. മനസ്സിലായില്ലേ? ഹെൽത്തി ആയിട്ട് തന്നെയാണ് നടക്കുന്നത്. അത് നമുക്ക് ഭയങ്കര ഇതാണ്. ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിയിലും കാണുമ്പോൾ അന്ന് എന്തൊക്കെ നന്നായിട്ട് കളിച്ചു നടന്നവരെല്ലാം ഇപ്പൊ നല്ല രീതിയിലാണ് നടക്കുന്നത്. അപ്പൊ അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഈ കടപ്പുറങ്ങൾ ഇല്ലാതായത് ഒരു ഡ്രാബാക്സ് തന്നെയാണ്. സോഷ്യൽ ഇന്ററാക്ഷൻ ഇൻക്ലൂഡിങ് ഫിസിക്കൽ ഈ ആക്ടിവിറ്റീസ് അതെല്ലാം തടസ്സപ്പെട്ടു എന്നുള്ളതിനകത്ത് ഒരു തടസ്സമില്ല. ഈ കുട്ടികള് ഈ ചിലപ്പോൾ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ ഭയങ്കരമായിട്ട് ഈ കളി സ്ഥലത്തിന് വേണ്ടി വഴക്കൂടുന്നത് കാണാം. ഈ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള അച്ഛന്മാരെടുത്തോ അല്ലെങ്കിൽ പള്ളിയിലൊക്കെ പോയി ഞങ്ങൾക്ക് കളിസ്ഥലം വേണം എന്ന് വഴക്കൂടെ കാണും. അതൊരു അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു ശേഖര കടപ്പുറമില്ലല്ലോ. അപ്പൊ അവർക്കൊരു സ്ഥലം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഈ സംവിധാനത്തിന്റെ കൂടെ ഒരു ആവശ്യമായിട്ട് ഒന്ന് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരണമെന്ന് എന്താ പറയുന്നത് ആശിക്കുന്നു. പുതിയ തലമുറയ്ക്കുള്ള മെസ്സേജ് കൂടി നമുക്ക് വേണം എന്നാണ് ഞാന് അതിൻ്റെ അകത്ത് എപ്പോഴും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം ഒരു ലിമിറ്റേഷൻസ് നമ്മളെപ്പോഴും പറയാറുണ്ട് ഒരു പുതിയ തലമുറയിൽ. അപ്പൊ നമ്മൾ ഇരിക്കുന്ന സ്ഥലമോ നമ്മൾ ജനിച്ച സ്ഥലമോ അല്ലെങ്കിൽ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യമോ ഒന്നും വിഷയമേ അല്ല. ഹാർഡ് വർക്കാണ്. നമ്മുടെ മുമ്പിൽ വരുന്ന വിഷയം നമ്മൾ എങ്ങനെ അത് കൈകാര്യം ചെയ്ത് കഠിനാധ്വാനത്തിലൂടെ കടന്നു പോകുന്നു. നമ്മൾ കഠിനാധ്വാനം ചെയ്താൽ ഏത് സാഹചര്യവും നമുക്ക് ഫേസ് ചെയ്ത്
മുറിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും, നമുക്ക് വളർച്ചയിൽ എത്താൻ പറ്റും. ഞാൻ പ്രാക്ടീസ് ചെയ്തത് അതാണ്. നമ്മൾ വിഷയങ്ങളെന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുകയല്ല, വിഷയങ്ങളോടൊപ്പം നമ്മൾ സഞ്ചരിച്ച് വിഷയങ്ങളോടൊപ്പം സഞ്ചരിച്ച്, അല്ല ഇഷ്യൂസിനോടൊപ്പം സഞ്ചരിച്ച്, പ്രശ്നങ്ങളോടൊപ്പം സഞ്ചരിച്ച് അതിൽ നിന്ന് നമ്മൾ പഠിച്ച് നമ്മൾ കഠിനാധ്വാനം ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോയെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്താൻ പറ്റും. ഞാൻ പുതിയ തലമുറയുടെ അടുത്ത് പറയാനുള്ളത്, എന്തെങ്കിലും ലിമിറ്റേഷൻസിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസവും പറഞ്ഞ് മാറി നിൽക്കുന്നതിന് പകരം സാഹചര്യങ്ങൾ മനസ്സിലാക്കി കഠിനാധ്വാനം ചെയ്ത് അത് ഓവർകം ചെയ്ത് അത് മറികടക്കാൻ ശ്രമിക്കുക. അതാണ് അതിൻ്റെ ഒരു ഇതായിട്ട് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ അതിനകത്ത് എപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും ഇത് കിടക്കുന്നുണ്ട്. പണ്ടൊക്കെ നമ്മൾ കൊച്ചു പ്രായത്തില് ഞാനൊക്കെ ഈ കടക്കരയിൽ നമ്മൾ പോയിരിക്കുമല്ലോ രാവിലെ ഈ പണ്ടൊക്കെ ആണെന്നല്ല ഇപ്പം പോലെയല്ല, ഈ എന്താ പറയണ ഈ നല്ല തീരം ഉണ്ടാവും, നല്ല വലിയ തീരം ഉണ്ടാവും. ഈ കല്ലെടുക്കുന്ന സംഭവമൊന്നും ഇല്ലല്ലോ, വലിയ തീരം ഉണ്ടാവും. അപ്പൊ ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസം എന്ന് പറഞ്ഞാൽ നല്ല തിരയടിക്കുന്ന ദിവസമാണ്. അപ്പൊ കട്ടുമരങ്ങളാണല്ലോ. അപ്പൊ ആ സമയത്ത് ഇവർക്ക് നല്ല വരുമാനം കിട്ടുന്ന സമയം, നല്ല കേച്ചസ് ഉണ്ടാവും, നല്ല പല ടൈപ്പ് മീനൊക്കെ ആ സമയത്ത് കിട്ടുന്നത് ആളുകൾ. പല ടൈപ്പ് യാനങ്ങൾ കൊണ്ട് ഇവർ പോകും. അപ്പോൾ നമ്മൾ ഭയങ്കര ഒരു ഉത്സവം പോലെയാണ്, ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങനെ കടലിൽ പോകും ആ സമയത്ത്. അപ്പൊ നമ്മൾ കൊച്ചിയിൽ അവിടെ പോയി കടക്കരയിൽ പോയി ഇങ്ങനെ നോക്കിയിരിക്കും. വളരെ രസമാണ് നോക്കിയിരിക്കും, ആളുകൾ ഇങ്ങനെ പോകും വരും. അപ്പൊ അതിനകത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, എനിക്ക് ഇന്ന് എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തത്, ഈ ആളുകൾ ഈ കടല് താണ്ടാൻ, ഈ തിര താണ്ടി അപ്പുറത്ത് പോയാലല്ലേ ഇവർക്ക് ഒരു അപ്പുറത്ത് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ തിര ഭയങ്കര തിരയായിരിക്കും. അപ്പൊ ഈ കട്ടുമരത്തെ തള്ളി ഇങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ കടലടിച്ച് വീണ്ടും കരയിൽ കൊണ്ടിടും, പിന്നെയും പുഷ് ചെയ്ത് കൊണ്ടുപോകും, പിന്നെയും കരയിൽ കൊണ്ടിടും. പിന്നെ ഇതെല്ലാം ചിലപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഇതായി പോവും, വലിച്ച് അങ്ങോട്ട് മാറിയൊക്കെ പോകും. ഈ വലയൊക്കെ ഈ ആനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ചു പോകും. അത് വീണ്ടും ശരിയാക്കി വെച്ച് കെട്ടി വീണ്ടും പോകും. അപ്പൊ ഒരു സാഹചര്യത്തിൽ അവർ കടക്കുന്ന എന്തിനാണ്? അതിജീവനമാണ്, അവരുടെ അതിജീവനമാണ്. അതുകൊണ്ടാണ് അവർ കിടക്കുന്നത്. മനസ്സിലായല്ലേ? അത് ഒരു ട്രഡീഷണൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പഠിച്ചതാണ് ഞാൻ, ഇൻ പ്രാക്ടീസ് പഠിച്ചതാണ്. അതാണ് ഞാൻ പറയുന്നത്. അതാണ് ഹാർഡ് വർക്ക്. ഇന്നത്തെ സമൂഹത്തിന് എനിക്ക് പറയാനുള്ളത് അതാണ്. ഈ കടക്കുക. നമ്മൾ എന്തൊരു ഇഷ്യൂ ഉണ്ടായാലും അത് കടന്നു പോയി നമ്മുടെ ജീവിതം നല്ലതാക്കി മാറ്റുക. താങ്ക് യു സോ മച്ച്.